നാളെ വ്യാഴാഴ്ച റബിയുൽ അവ്വൽ 11, മറ്റന്നാൾ വെള്ളിയാഴ്ച റബിയുൽ അവ്വൽ 12. അപ്പോൾ നാളെ നബിദിന രാവാണ്. അപ്പൊ ഇന്ന് മുതൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾ, ആ സൂറത്തുകളിൽ അതിപ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തു തൗബ. ഒരുപാട് ഇസ്ലാമിന്റെ മസ്അലകളും അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നൊരു സൂറത്താണ് സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഞാൻ നിങ്ങൾ ഓതാറുണ്ട് അല്ലെ? ഇൻഷാ അല്ലാഹ് ആ ആയത്ത് എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, അതെന്തായാലും നമ്മൾ ഇനിയിപ്പോ നാളെ നബിദിന രാവാണ്, മറ്റന്നാൾ നബിദിനൊക്കെ വരുകയാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരുപാട് കണ്ട് നമ്മൾ കുറച്ചെന്നല്ല അമിതമായി ചൊല്ലേണ്ട ആയത്തുകളിൽ പെട്ട 2 ആയത്താണ് ഈ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. ആയത്തുൽ ഹിർസ് എന്നൊക്കെ ഈ ആയത്തിന് പേരുകൾ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ആ ആയത്തിന്. നമുക്ക് നോദിയാലോ. ആ ആയത്ത് ഓതുമ്പോ ബിസ്മി പറയേണ്ട ആവശ്യമില്ല. അഊദു ഓതിയിട്ട് നമുക്ക് ആയത്തിലേക്ക് കിടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. എന്താ ഇതിന്റെ ശ്രേഷ്ഠത എന്നറിയോ? അള്ളാഹുവിന്റെ അർശുമായിട്ട് ബന്ധമുള്ള ഒരു ആയത്താണെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്ന ആയത്താണ്. മാത്രമല്ല അള്ളാഹുവിന് മാത്രമുള്ള 2 വിശേഷണങ്ങളാണ്. ഒന്ന് റഊഫ്, 2 റഹീം. അള്ളാഹിന്റെ പേരുകളാണത്. കൃപയുള്ളവൻ, കരുണയുള്ളവൻ, ദയയുള്ളവൻ എന്നൊക്കെയാണ് അള്ളാഹുവിന്റെ 2 പേരാണ്.